അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അതെ, സുലൈഖ ഉപേക്ഷിച്ച് പോയതിൽ പിന്നെ ഷാമിലിൻ്റെ ഉപ്പാക്ക് വല്ലാത്ത വിഷമായിരുന്നു, വല്ലാത്ത ടെൻഷനായിരുന്നു. റബ്ബേ, എന്തിനാ റബ്ബേ ഇങ്ങനെ എന്നെ പരീക്ഷിക്കുന്നത്? അതെ, തൻ്റെ കൂട്ടുകാരൻ കുഞ്ഞുട്ടി ഹാജി പറഞ്ഞതുപോലെ നമ്മൾ ആദ്യ ഭാര്യ പോയി കഴിഞ്ഞാൽ പിന്നെ എല്ലാം പോയടാ, പിന്നെ ആ ഒരു കാര്യമൊന്നും ഒന്നും ശരിയാവൂല. എന്താ ചെയ്യുക, നമ്മൾ അതൊക്കെ അങ്ങ് സഹിക്കന്നെ, ക്ഷമിക്കന്നെ, സാറില്ല. എന്നാലും എൻ്റെ വീട്ടിലത്തെ അനുഭവം നിനക്കില്ലല്ലോ. എൻ്റെ മരുമകളൊക്കെ ചെയ്യുന്നത് കണ്ടാൽ ഒരു നിമിഷം പോലും ഈ ഭൂമിയിൽ നിൽക്കാൻ തോന്നൂല. പടച്ചോൻ എന്നെ അങ്ങ് കൊണ്ടേക്കൂടെയെന്ന് പലപ്പോഴും ദുആ ഞാൻ ചെയ്തിട്ടുണ്ട്. അള്ളാഹു തന്ന ആയുസ് തീരുവോളം ഇവിടെ നിൽക്കണമല്ലോ. അദ്ദേഹം വിതുമ്പിക്കൊണ്ടായിരുന്നു അത് പറഞ്ഞത്. അതെ, തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ ഖബറിനരികിൽ പോയി പൊട്ടി പൊട്ടി കരയുമ്പോഴും അതെ, മനസ്സിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ വിഷമങ്ങളായിരുന്നു ഉരുണ്ടുകൂടിയിരുന്നത്. എന്നാലും സുലൈഖ അങ്ങനെ പോയതാലോചിച്ചിട്ട് ഇവൾ എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് റബ്ബേ. എന്നാൽ ഈ സമയം അതാ അങ്ങ് അറേബ്യയിൽ രാത്രികാറ്റ് മരുഭൂമിയിലെ മണൽത്തരികളെ നിസ്സംഗമായി നീക്കിക്കൊണ്ടിരുന്നു. ദൂരെ അറേബ്യയുടെ ആ വലിയ വീടിൻ്റെ മുകളിൽ ചന്ദ്രപ്രകാശം വീണു നിൽക്കുന്നു. ആ വീടിനുള്ളിൽ ആ സ്ത്രീയുടെ ജീവിതം അതാ എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിൽ. അത് മറ്റാരുമല്ല, നമ്മുടെ സുലൈഖ. ഷാമിലുണ്ടാക്കിയ വീട്ടിൽ സുഖസുന്ദരമായി കഴിഞ്ഞിരുന്ന അതെ ഭർത്താവും 2 കുഞ്ഞുങ്ങളും അവരോടൊപ്പം കഴിഞ്ഞിരുന്ന സുലൈഖ. സന്തോഷവും സമാധാനവും നിറഞ്ഞ ജീവിതം മാത്രമല്ല, ആദ്യ ഭാര്യയിൽ ഉണ്ടായിരുന്ന ആ മകൻ ഷാമിലയക്കുന്ന ക്യാഷ്, എല്ലാം കൊണ്ടും സുഖസുന്ദരമായിരുന്നു അവരുടെ ജീവിതം. എന്നാൽ ഒരു ദിവസം അവളുടെ മനസ്സിലേക്ക് വന്ന ആ ഒരു ചിന്ത അവളുടെ ജീവിതമാകെ മാറ്റിമറിച്ചിരിക്കുന്നു. കാരണം എനിക്ക് ഇതിനേക്കാൾ നല്ല ജീവിതം വേണം, റസിയെ കല്യാണം കഴിക്കുക. അപ്പോൾ എനിക്ക് കൂടി അതങ്ങ് പോയാൽ എന്നെ എന്തായാലും അറബി ഇഷ്ടപ്പെടും. കാരണം ഞാൻ നല്ല തണ്ടും തടിയും നിറവുമുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ അതൊരാഗ്രഹം മാത്രമല്ലായിരുന്നു, ഒരു മോഹം, ഒരു അപകടം എന്ന് തന്നെ പറയാം. ഗൾഫിൽ പോയാൽ ജീവിതം മാറും, ആരൊക്കെയോ പറഞ്ഞ വാക്കുകൾ അവളുടെ ഹൃദയത്തിൽ ഒരു വിത്തായി വീണിരുന്നു. എങ്ങനെയെങ്കിലും കയറി പറ്റണം. പിന്നെ അവിടുത്തെ അറബി കുറിച്ചെല്ലാം കേട്ടിട്ടുണ്ട്. അറബി എന്തൊക്കെ തന്നെ വിവാഹം കഴിക്കുന്നുള്ള കാര്യം ഓർത്തവൾ രാജകുമാരിയായി ജീവിക്കുന്ന കാര്യം ഓർത്തു. ആ സ്വപ്നങ്ങൾ അവളുടെ കണ്ണുകൾ മൂടി. എന്നാൽ പ്രിയപ്പെട്ട ഭർത്താവിനെയും കുഞ്ഞുങ്ങളെയും എല്ലാം ഇട്ടെറിഞ്ഞുകൊണ്ട് കയറിയ ദിവസം ആ വീട്ടിൽ കുഞ്ഞുങ്ങളുടെ കരച്ചിൽ മാത്രമായിരുന്നു ബാക്കിയുണ്ടായിരുന്നത്. അതൊന്നും അവൾ മൈൻഡ് ചെയ്തില്ല. അങ്ങനെ അതാ ഇപ്പോൾ അറബിയുടെ കീഴിലാണ് നിൽക്കുന്നത്. എന്നാൽ ആദ്യ ദിവസം അവൾക്ക് ഇത് നല്ല പുതിയ ജീവിതമാണല്ലോ എൻ്റെത്, വലിയ വീട്, മാർബിൾ ഫ്ലോർ, AC, വലിയ ഹാളുകൾ, ശരിക്കും ഒരു കൊട്ടാരത്തിൽ ജീവിക്കുന്ന ഫീലായിരുന്നു അവൾക്ക്. എന്നാൽ ഗദ്ദാമ ജോലി കൊടുക്കാൻ തുടങ്ങി. അതെ, വീട് വൃത്തിയാക്കലും ഭക്ഷണം ഉണ്ടാക്കലും ക്ലീൻ ചെയ്യലും എല്ലാം. എന്നാൽ അവൾ ആ അപകടം അറിഞ്ഞില്ല. രാത്രി കാലങ്ങളിൽ അറബി തന്നെ തേടി വരുന്നു. അതെ, സുലൈഖ മൃദുവായി വിളിക്കും. അവൾക്ക് വേണ്ട ക്യാഷ് നൽകും. സുലൈഖ എന്നാൽ ആ ശബ്ദത്തിൽ ഒരു സ്നേഹം പോലെ തോന്നും. പക്ഷേ അത് സ്നേഹമായിരുന്നില്ല, അത് സ്വാർത്ഥതയായിരുന്നു. അവൾക്ക് പതുക്കെ പതുക്കെ അത് മനസ്സിലായി തുടങ്ങി. ഇയാൾ എന്നെ ജോലിക്കാരിയായി മാത്രം കാണുന്നില്ലല്ലോ. അവളുടെ മനസ്സിൽ മറ്റൊരു ചിന്ത. എന്നാൽ അറബി പകലൊരു സാധാരണ അതെ അറബി, എന്നാൽ പക്ഷേ രാത്രി അവൻ്റെ ശബ്ദം മാറും. സുലൈഖ എന്ന് സ്നേഹത്തോടെ വിളിക്കുമ്പോൾ ആ വിളിയിൽ ഒരു അടുപ്പമുണ്ടായിരുന്നു. സുലൈഖയുടെ മനസ്സിൽ വീണ്ടും ഒരു തെറ്റായ വിശ്വാസം വളർന്നു. ഇവൻ എന്നെ ഇഷ്ടപ്പെടുന്നു, ഞാൻ ഇവൻ്റെ ഭാര്യയാകും, ഇയാളുടെ ഭാര്യ എങ്ങനെയെങ്കിലും ആകണം എന്നുള്ളത് അവൾ സ്വപ്നം കാണാൻ തുടങ്ങി. ദിവസങ്ങൾ കഴിഞ്ഞുപോയി. അവൾ ജോലിയിൽ അലസത കാണിക്കാൻ തുടങ്ങി. ഓ, അറബിയുടെ ആളാണ് ഞാൻ, എന്നിട്ടിപ്പോൾ ജോലി ചെയ്യണം, ഇനി ഞാൻ ജോലിക്കാരിയല്ല അവൾക്ക് തോന്നി. ഒരു ദിവസം അവൾ കണ്ണാടിയുടെ മുമ്പിൽ നിന്നു. പുതിയ വസ്ത്രം ധരിച്ച് മുഖമെല്ലാം അലങ്കരിച്ച് മേക്കപ്പ് എല്ലാം ചെയ്ത് അവൾക്ക് തന്നെ കാണുമ്പോൾ ഒരു രാജകുമാരിയെ പോലെ തോന്നി. റബ്ബേ പഠിച്ചോനെ, ഇതെങ്ങനെ? എന്നാൽ അന്ന് രാവിലെ അവൾ ധൈര്യത്തോടെ വലിയ ഹാളിലേക്ക് നടന്നു.
ആ വീട്ടിലെ പ്രധാനപ്പെട്ട ആളുകൾ ഇരിക്കുന്ന സ്ഥലത്ത് ചെന്നിരുന്നു. അതായിരുന്നു അവളുടെ ജീവിതം മാറ്റിമറിച്ച ദിവസം. ശരിക്കും ഒരു രാജകുമാരിയെ പോലെ വസ്ത്രങ്ങളെല്ലാം അണിഞ്ഞ് ആ ഒരു അറബിക് ഹൗസിൻ്റെ വലിയ ഡൈനിങ് ഏരിയയിൽ, അതായത് എല്ലാവരും ഗസ്റ്റുകൾ വന്നാൽ ഇരിക്കുന്ന ആ ഒരു സ്ഥലത്തേക്കാണ് അവൾ അന്ന് പോയത്. എന്നാൽ ആ വിശാലമായ ആ ഒരു ഡൈനിങ് ഹാളിലേക്ക് വാതിൽ തുറന്നുകൊണ്ട് അറബി അകത്തേക്ക് വന്നു. അവൻ്റെ കണ്ണുകളെ നേരെ സുലേഖയിൽ വീണു. ഒരു നിമിഷം അവനൊന്ന് നോക്കി. പിന്നീട് അയാളുടെ മുഖം കടുപ്പമായി. നീ എന്താ ഇവിടെ ചെയ്യുന്നത്? അവൻ ചോദിച്ചു. സുലേഖ അല്പം വിറച്ച് ഞാൻ എന്ന് പറഞ്ഞ് തുടങ്ങുവാൻ ശ്രമിച്ചു. അവൾക്ക് വാക്കുകൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. അടുത്ത നിമിഷം ശക്തമായ ഒരടിയെ സുലേഖക്ക് നേരെ അയാൾ കയ്യോങ്ങുന്നു. ആ എന്ന് പറഞ്ഞ് അവൾ നിലത്തേക്ക് വീണു. അവളുടെ തലയിൽ ഒരു മുഴക്കം പോലെ. പിന്നെ എന്താണ് സംഭവിച്ചത് എന്നുപോലും മനസ്സിലായില്ല. തലയിടിച്ചെന്ന് തോന്നുന്നു. ഇതാരുടെ സ്ഥലമാണെന്ന് നിനക്കറിയോ? അവൻ അലറിക്കൊണ്ട് പറഞ്ഞു. ഇവിടെ ഇരിക്കാൻ നിനക്ക് ആരാണ് അനുവാദം തന്നത്? ഇവിടെ ഇരിക്കാൻ നിനക്ക് എന്ത് യോഗ്യതയാണുള്ളത്? സുലേഖയുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾ വിറച്ചു പറഞ്ഞു, ഞാൻ ഞാൻ നിങ്ങളുടെ ഭാര്യ. അദ്ദേഹം ഇടയിൽ പറഞ്ഞു. എന്ത്? ആര് പറഞ്ഞു? ആ വാക്കുകൾ സുലേഖയുടെ ഹൃദയം തകർത്തു. രാത്രിയിൽ നീ കൂടെയുണ്ട് എന്നുകൊണ്ട് നീ എന്താണെന്ന് കരുതിയേ? അറബി ചോദിച്ചു. ഞാൻ നിന്നെ അങ്ങ് കെട്ടി ഭാര്യയാക്കുന്നോ? അങ്ങനെ എത്ര ആളെ ഞാൻ ഭാര്യമാരാക്കേണ്ടി വരും? സുലേഖ ശരിക്കും വളരെയധികം നിരാശപ്പെട്ടു. കാരണം ഇത്രയധികം തടിയും സൗന്ദര്യവുമുള്ള എന്നെയാണല്ലോ അറബി ഇങ്ങനെ പറയുന്നത് എന്നുള്ള കാര്യത്തിൽ ശരിക്കും അവൾക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നു. അവൾക്ക് മറുപടി പറയാൻ പോലും കഴിഞ്ഞില്ല. അവൻ അപ്പോഴേക്കും ഒരു പാസ്പോർട്ട് എടുത്തുകൊണ്ട് അവളുടെ മുമ്പിൽ കാണിച്ചത് കണ്ടോ? ഇതെൻ്റെ കയ്യിൽ. നീ ഇവിടുന്ന് പോകാൻ പോലും, പുറത്തേക്ക് പോകാൻ പോലും പ്ലാനിങ് കരുതണ്ട. ഇതെൻ്റെ കയ്യിലുണ്ടെങ്കിൽ അത് നിൻ്റെ കയ്യിലേക്ക് തിരിച്ചു തന്നാൽ മാത്രമേ പോകാൻ പറ്റുകയുള്ളൂ. വല്ല പ്ലാനും നീ ഒരുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ പൂതി അങ്ങ് മനസ്സിൽ വെച്ചേക്ക്. ശരിക്കും അറബിയുടെ കടുപ്പം നിറഞ്ഞ ആ ഒരു വാക്കുകൾ കേട്ടപ്പോൾ ശരിക്കും തകർന്നു പോയി. അതെ, അവൾ മനസ്സിലാക്കി ഇവിടെ നിന്ന് ഒരിക്കലും പോകാൻ കഴിയില്ല എന്നുള്ളത്. എന്നാൽ ആ നിമിഷം സുലേഖയുടെ ഉള്ളിൽ എന്തോ ഒന്ന് മനസ്സിലേക്ക് കടന്നു വന്നു. സ്വപ്നങ്ങളെല്ലാം പെട്ടെന്ന് അറബി പോയി ജോലി ചെയ്യടി. അതെ, ശക്തമായി അയാൾ പറഞ്ഞു. അവൾ പതുക്കെ എഴുന്നേറ്റ് കൈകൾ വിറച്ചു. അതെ, അവൾ വീണ്ടും ജോലി തുടങ്ങി. പക്ഷേ ഇപ്പോൾ അത് ജോലി മാത്രമല്ലായിരുന്നു, അവൾക്കുള്ള ശിക്ഷ കൂടിയായിരുന്നു. എന്നാൽ അവൾക്ക് തെളിഞ്ഞു വന്നു തൻ്റെ കുഞ്ഞുങ്ങളുടെ മുഖം. അവളുടെ മുമ്പിൽ ഉമ്മ എന്ന് വിളിക്കുന്ന, ഉമ്മച്ചി ഞങ്ങളെ കൂട്ടാതെ പോവല്ലേ എന്ന് പറഞ്ഞ ആ ഒരു പൊന്നു മക്കളുടെ ആ മുഖം അവൾക്ക് ശരിക്കും ഓർമ്മ വന്നു. അതെ, ഭർത്താവിൻ്റെ നിശബ്ദമായ സ്നേഹം അവൾക്ക് ഓർമ്മയായി. ഞാൻ എന്താണ് ചെയ്തത്? അവൾ ഉള്ളിൽ പറഞ്ഞു. പക്ഷെ അവളുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ നിലത്തി വീണു. ആ വലിയ വീട്ടിലെ ഓരോ കോണും അവളുടെ തെറ്റുകളുടെ സാക്ഷിയായി മാറി. ആ രാത്രി അവളൊരു കോണിലിരുന്നു കൈകൾ ചേർത്ത് പ്രാർത്ഥിച്ചു. അല്ലാഹുവേ, എന്നോട് ക്ഷമിക്കണം, എനിക്ക് തിരികെ പോകണം. പക്ഷേ അവളുടെ മുന്നിലുള്ള വാതിൽ അടുത്തു തന്നെയായിരുന്നു. മുറ്റത്ത് മരുഭൂമിയുടെ കാറ്റ് വീശി. അവളുടെ ശബ്ദം ആകാശത്തേക്ക് മാത്രം ഉയർന്നു. സുലേഖയ്ക്ക് മനസ്സിലായി, ചില സ്വപ്നങ്ങൾ ജീവിതം നശിപ്പിക്കാൻ മാത്രം വരുന്നതാണ്. എന്നാൽ രാവിലെ ഫജ്ർ സമയം കഴിഞ്ഞതോടെ ആ വലിയ വീട്ടിലെ ഒരു പുതിയ ദിവസം തുടങ്ങി. പുറത്ത് മരുഭൂമിയുടെ വെളിച്ചം മന്ദമായി ഉയരുമ്പോൾ അകത്ത് ആ സ്ത്രീയുടെ ജീവിതം അതേ ചക്രവാളത്തിലേക്ക് തിരിഞ്ഞു. അതെ, സുലേഖയുടെ ജീവിതം. സുലേഖ പതുക്കെ കണ്ണുകൾ തുറന്നു. ഉറക്കമൊന്നുമില്ലായിരുന്നു. ശരീരം മുഴുവനായിട്ട് വേദന, മനസ്സ് ശൂന്യം. എന്നാൽ വെറുതെ ഇരിക്കാൻ പറ്റില്ലല്ലോ. പെട്ടെന്ന് സുലേഖ, അറബിയുടെ ശബ്ദം ഹാളിൽ നിന്ന് മുഴങ്ങി. അവൾ പെട്ടെന്ന് എഴുന്നേറ്റു. അർബ ഭയത്തോടെ മറുപടി പറഞ്ഞു. കിച്ചൺ ക്ലീൻ ചെയ്യ്, ഇന്ന് ഗസ്റ്റുകൾ വരും, കുറച്ചധികം ഫുഡും കാര്യങ്ങളെല്ലാം ഉണ്ടാക്കുവാനുണ്ട്. അത് കേട്ടതും അവളുടെ ഹൃദയം അല്പം കൂടി ഭാരമായി. ഇന്ന് കൂടുതൽ ജോലി ഉണ്ടാവും. അവൾ അടുക്കളയിലേക്ക് നടന്നു. വാതിൽ തുറന്ന നിമിഷം അവളുടെ കണ്ണുകൾ നിറഞ്ഞു. കൂമ്പാരമായി കിടക്കുന്ന പാത്രങ്ങൾ, എണ്ണ പറ്റിയ ചട്ടി, വലിയ വലിയ പാത്രങ്ങൾ, തറയിൽ പടർന്ന മാലിന്യം. ഇതെല്ലാം ഞാൻ ഒറ്റയ്ക്കോ
അവൾ മനസ്സിൽ പറഞ്ഞു. അവൾ പൈപ്പ് തുറന്ന് തണുത്ത വെള്ളം കയ്യിൽ തട്ടി അവൾ ഒരു നിമിഷം നിൽക്കുകയായിരുന്നു. എൻ്റെ വീട്ടിലായിരുന്നെങ്കിൽ റബ്ബേ എത്ര സുഖമായിരുന്നു, അവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ മറ്റൊരു വഴിയില്ല. അവൾ ഒരു പാത്രമെടുത്ത് കഴുകി തുടങ്ങി. ഓരോ പാത്രങ്ങൾ ഒരുപാടുണ്ട്. അങ്ങനെ സമയം കടന്നുപോയി. കൈകൾ വേദനിച്ചു, വിരലുകൾ ചുവന്നുപോയി. എന്നാലും പാത്രങ്ങൾ തീരുന്നില്ല. ഇടയ്ക്കിടെ അറബി അകത്തേക്ക് വന്നു. ഇതിങ്ങനെ എന്താ, വേഗം ചെയ്യേ. ശരിക്കും അറബി അവളെ പഠിപ്പിക്കുന്നു. അവിടെയുള്ള ഗദ്ദാമ്മ പോയിട്ടുണ്ട്, അവരിന് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വരികയുള്ളൂ. അവൻ ശബ്ദമുയർത്തി. സുലേഖ വേഗത കൂട്ടി. വെള്ളം ചിതറി, കാൽ വഴുതി, ഒരു ഗ്ലാസ് താഴെ വീണു പൊട്ടി. ഗ്ലാസ് പൊട്ടിയ ശബ്ദം കേട്ട് അതാ അവളുടെ ഹൃദയം വിറക്കുവാൻ തുടങ്ങി. റബ്ബേ, എന്താ അത്? അറബി വീണ്ടും അതാ ഉച്ചത്തിൽ ചോദിക്കുന്നു. സോറി, അവൾ വിറച്ചു പറഞ്ഞു. അവനടുത്തേക്ക് വന്നു. ഒരു നിമിഷം, നിന്റെ ശമ്പളത്തിൽ നിന്ന് കുറക്കും. അവൾ തലകുനിച്ചു. ശമ്പളം പോലും കിട്ടുമോ എന്നവൾ ഉള്ളിൽ പറഞ്ഞു. എന്നാൽ വേഗം അത് എടുത്ത് ക്ലീൻ ചെയ്യ, ഒരു തരി പൊട്ടോ പൊടിയോ കാണാൻ പാടില്ല. അവളെ അറബി കടുപ്പിച്ച് കാര്യങ്ങൾ പറഞ്ഞു. എന്നാൽ പാത്രം എല്ലാം ഒരുപാട് മോറിക്കഴിഞ്ഞു. പക്ഷെ അവളുടെ ജോലി ഇപ്പോഴാണ് തുടങ്ങുന്നത്. ഇപ്പോൾ പാത്രമേ കഴുകിക്കളഞ്ഞിട്ടുള്ളൂ. ഇനി കബ്സ ഉണ്ടാക്കണം, മന്തി ഉണ്ടാക്കണം, സലാഡ് റെഡിയാക്കണം. അറബിയുടെ ഭാര്യ ഉമ്മുൽ ഖൈർ, അവർ ഒരു പാവം സ്ത്രീയായിരുന്നു, ഒരാളെയും ബുദ്ധിമുട്ടാക്കുന്നില്ല. എന്നാൽ അവരുടെ ശബ്ദത്തിൽ കരുണയുണ്ടായിരുന്നു. പക്ഷേ അവർക്ക് മുന്നേ ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. സുലേഖ എന്ത് പറയണം എന്ന് അറിയാത്ത അവസ്ഥയായിപ്പോയി. അവൾ അരിയെടുത്ത് വലിയ പാത്രത്തിൽ കഴുകി മസാല എടുത്തു. അറബിക് സ്പൈസിൻ്റെ മണം അവൾക്ക് പുതിയതായിരുന്നു. ഇതിങ്ങനെ വേണം, എങ്ങനെ ചെയ്യണമെന്ന് ഐഡിയ ഇല്ല. മറ്റേ ഖദ്ദാമയാണെങ്കിൽ പോവുകയും ചെയ്തു. ഉമ്മുൽ ഖൈറിനോട് ചോദിച്ചാലോ? വേണ്ട, അഥവാ പോയെന്നറിഞ്ഞാൽ അറബി പ്രശ്നം ഉണ്ടാക്കും. അവൾ ശ്രദ്ധിച്ചു നോക്കി. കൈകൾ വിറച്ച് അവൾ പാചകം തുടങ്ങി. ചിക്കൻ വൃത്തിയാക്കി അരി വെച്ചു, മസാല ചേർത്തു. അടുക്കള മുഴുവൻ ചൂടായി. അത് അവൾ വിയർത്തൊഴുകുന്നുണ്ടായിരുന്നു. അവൾ കൈകൊണ്ട് വിയർപ്പെല്ലാം തുടച്ചു ഒന്ന് മുഖം കഴുകി വന്നു. എൻ്റെ കുട്ടികൾ ഇപ്പോൾ എന്ത് ചെയ്യുന്നു? അവർക്ക് എന്ത് തോന്നി എന്നൊക്കെ തോന്നിപ്പോവുകയാണ്. ഉമ്മച്ചി എന്ന് വിളിക്കുന്ന ശബ്ദം അവൾക്ക് കേൾക്കുന്ന പോലെ. സുലേഖ, സുലോ, അതെ, തൻ്റെ ഭർത്താവിൻ്റെ ശബ്ദം. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. റബ്ബേ. എന്നാൽ പെട്ടെന്ന് സുലേഖ, അറബിയുടെ ശബ്ദം വീണ്ടും. അവൾ ഭയന്ന് തിരിഞ്ഞു. വേഗം ചെയ്യേ. അവൾ വീണ്ടും ജോലിയിൽ മുഴുകി. എന്നാൽ സാലഡ് മുറിച്ചു. പച്ചക്കറികൾ കത്തികൊണ്ട് മുറിക്കുമ്പോൾ കൈക്ക് ചെറിയൊരു മുറിവ് പറ്റി. രക്തം പുറത്തേക്ക് വന്നു. അവൾ ഒരു നിമിഷം നോക്കി, പിന്നെ വെള്ളത്തിൽ കഴുകി വീണ്ടും ജോലിയിലേക്ക് പ്രവേശിച്ചു. വേദനിക്കാൻ സമയമില്ലല്ലോ. ഉച്ചയോടെ കൂടി ഭക്ഷണമെല്ലാം റെഡിയായി വലിയ പ്ലേറ്റുകളിൽ സെറ്റ് ചെയ്തു. ഗസ്റ്റുകൾ വന്നു. അവർ ദൂരത്ത് നിന്ന് നോക്കി. അവർക്കെല്ലാം ഭക്ഷണം, ചിരി, സംഭാഷണം. അവൾക്ക് മാത്രം വിശപ്പും ക്ഷീണവും. എന്നാൽ സുലേഖ കഴിച്ചോ എന്നോ ഒരു കാര്യം ഒരാളും ചോദിച്ചില്ല. അതെ, പിന്നീട് അവരെല്ലാം ഭക്ഷണം കഴിച്ച് ഇട്ടിട്ട് പോയതെല്ലാം ക്ലീൻ ചെയ്യണം. വീണ്ടും പാത്രങ്ങൾ, വീണ്ടും വെള്ളം, വീണ്ടും വേദന. അങ്ങനെ ഏകദേശം വൈകുന്നേരമായി. വീട് വീണ്ടും ശാന്തമായി. സുലേഖ ഒരു കോണിലിരുന്നു. നേരത്തെ കത്തി തട്ടിയ കൈകളിലേക്ക് നോക്കി. ചുവന്ന വിരലുകൾ, മുറിവുകൾ. അവൾ പതുക്കെ കരഞ്ഞു. റബ്ബേ, ഇതായിരുന്നു ഞാൻ ആഗ്രഹിച്ച ജീവിതം. അവൾ തല മതിലിൽ, ആ വലിയ ചുമരിൽ ചാരി വെച്ചു. എൻ്റെ വീട്ടിൽ, അതെ, ഞാൻ എത്രമാത്രം സുഖത്തിലായിരുന്നു കഴിഞ്ഞിരുന്നത്. ഇവിടെ ഞാനൊരു അടിമയെ പോലെ. ആ രാത്രി അവൾ വീണ്ടും പ്രാർത്ഥിച്ചു. അല്ലാഹു, എന്നോട് പൊറുക്കണം, എനിക്ക് ക്ഷമിക്കണം, എനിക്ക് എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരണേ. അവളുടെ ശബ്ദം മന്ദമായി, അപ്രത്യക്ഷമായി. പുറത്ത് മരുഭൂമിയിലെ കാറ്റ് വീശി. അകത്തൊരു സ്ത്രീയുടെ ഹൃദയം, അതെ, സുലേഖയുടെ ഹൃദയം മൗനമായി തകരുകയാണ്. അവൾ ആഗ്രഹിച്ച രീതിയിലല്ല അറബ് വീട്ടിലെ ജീവിതം എന്ന് അവൾക്ക് മനസ്സിലായി. പക്ഷേ അറബിയെ വിവാഹം കഴിക്കണം, അയാളുടെ കൂടെ സുഖമായി ജീവിക്കണം എന്നുള്ള ആ ഒരൊറ്റ ചിന്ത കൊണ്ട് പാവപ്പെട്ട ഭർത്താവിനെയും മക്കളെയും എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് അവളുടെ സുഖം മാത്രം നോക്കി പോയ സുലേഖയ്ക്ക് ഇപ്പോൾ കനത്ത തിരിച്ചടിയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് അറബിയുടെ ഒരു അടിമയായി കഴിയുകയാണ് സുലേഖ ഇപ്പോൾ.
പക്ഷേ ഇവിടുന്ന് രക്ഷപ്പെടുവാനും ഒരു വഴിയുമില്ല. അല്ലെങ്കിൽ രക്ഷപ്പെട്ടാലും എൻ്റെ ഭർത്താവിനെ ഉപേക്ഷിച്ച് പോന്നവളാണ് ഞാൻ. അതുകൊണ്ട് ഒരിക്കൽ പോലും എന്നെ തിരിച്ച് കയറ്റില്ല എന്നെനിക്ക് നന്നായിട്ടറിയാം. സുലേഖ ആകപ്പാടെ പെട്ടുപോയി എന്ന് തന്നെ പറയാം. ആ പാവപ്പെട്ട പിതാവിനെ അത്യധികം ഇടങ്ങാറാക്കിയതിലും ബുദ്ധിമുട്ടാക്കിയതിലുമുള്ള ശിക്ഷയെല്ലാം അവൾക്ക് കിട്ടിത്തുടങ്ങി എന്ന് തന്നെ പറയാം. പക്ഷെ രക്ഷപ്പെടാൻ ഒരു പിഴുതുമില്ല. അറബിയുടെ കയ്യിലാണ് പാസ്പോർട്ട്. ശരിക്കും അറബിയുടെ അടിമ വേല ചെയ്തുകൊണ്ടാണ് നിൽക്കുന്നത്. എന്തൊക്കെ തന്നെയാലും ഇൻഷാ അല്ലാ എന്തായിരിക്കും സുലേഖയുടെ ഇനിയുള്ള ജീവിതം, ഷാമിലിൻ്റെ ഉപ്പയുടെ ഇനിയുള്ള ജീവിതം എന്തായിരിക്കും, നമുക്ക് കാത്തിരുന്ന് കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.